ഇപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരേപോലെ ഒരു എനർജി ആയിരിക്കില്ല കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന ഒരിടം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുള്ള ഒരാളാണ്, കുറേ മറ്റുള്ള ആൾക്കാരോടൊപ്പം ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാത്തിലും ഉണ്ട്. കാരണം പലതരത്തിലുള്ള വ്യക്തികളുമായിട്ടാണ് നമ്മളൊരു റൂം ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പല സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് നമ്മളേതായിട്ടുള്ളൊരു ഇടം, ആ ഇടത്തിലോട്ട് വരുമ്പോൾ അത് നമ്മൾ സ്വന്തം വീടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന വീടായിരിക്കാം, നമ്മൾ വെച്ച വീടായിരിക്കാം, വാടകയ്ക്ക് താമസിക്കുന്ന വീടായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് എപ്പോഴും നീറ്റാക്കി ഇടുക എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണ്. അപ്പോൾ വന്ന് കയറുന്ന ഒരു സ്ഥലം അത്രയും ഭംഗിയായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുക, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിന് ഇച്ചിരി എഫേർട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബെഡ് ക്ലീൻ ചെയ്യാതെ അല്ലെങ്കിൽ ബെഡ് വൃത്തിയാക്കി ഇടാതെ എനിക്ക് പോകാനായിട്ട് തോന്നത്തില്ല. അപ്പം ഞാൻ കൃത്യമായിട്ട് എൻ്റെ പുതപ്പൊക്കെ മടക്കി വെച്ച്, അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിലും വാഷ് ചെയ്ത് കൊണ്ടുവരുന്ന ഡ്രസ്സ് അതേപോലെ തന്നെ മടക്കി അലമാരിക്കകത്ത് വെക്കാതെ എനിക്ക് വേറൊരു സംഭവം ഉണ്ടാവില്ല. അത് എത്ര സമയം എടുത്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ കൈ വയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും ഞാൻ കൃത്യമായിട്ട് അതെല്ലാം ചെയ്ത് നീറ്റാക്കി വെക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് ഭയങ്കര സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല. ഈ റൂമിൽ തന്നെ വളരെ കുഞ്ഞ് ഒരു ടേബിളിലാണ് എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ അടുക്കി പറക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അടുക്ക് ചിട്ടയോടുകൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ നല്ല കാര്യങ്ങൾ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പം വീട്ടിലോട്ട് കയറി വന്നാലും റൂമിൽ വന്നാലും നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തോന്നണം. ഒരു പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ പുതിയൊരു ചിന്ത അല്ലെങ്കിൽ പുതിയൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന അല്ലെങ്കിൽ നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പേസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം അത് നന്നാക്കി കൊണ്ടുപോകുമ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയാലും നമ്മുടെ സ്ഥലം എപ്പോഴും നല്ല നീറ്റ് ക്ലീൻ ഒക്കെ ആയിരിക്കും. അപ്പം ഇതാണ് എൻ്റെ റൂമിൻ്റെ ഒരു കാര്യം. അത് പറയുന്ന പോലെ ഈസി അല്ല, നമ്മൾ എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് പൊടിയുടെയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വല കയറാതെ തന്നെ മാക്സിമം നോക്കാറുണ്ട്. പിന്നെ ഈ ഫ്ലവേഴ്സൊക്കെ ഇവിടെ വെച്ചേക്കുമ്പോൾ പലരും പറയും മൊത്തം വലയും പൊടിയൊക്കെ ആവില്ലേ എന്ന്. അങ്ങനെയൊന്നുമല്ല, ഞാനൊരു 2 ആഴ്ചയോ അല്ലെങ്കിൽ ഞാൻ നോക്കും പൊടിയുടെ എന്തെങ്കിലും അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ഞാൻ ഷാമ്പു വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്ലവർ ഫുള്ളെടുത്ത്, കാരണം ഇത് ആർട്ടിഫിഷ്യലാണല്ലോ, ഫ്ലവർ ഫുള്ളെടുത്ത് വാഷ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഉണക്കി പിന്നെ തിരിച്ചുകൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് വെച്ച് അന്ന് തൊട്ട് ഇത് ഇരിക്കുന്ന ഒരു സംഭവമല്ല. അപ്പോൾ പിന്നെ മെയിനായിട്ട് ഓരോരുത്തർക്കും ഓരോ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് പൂക്കളോട് ഭയങ്കര ക്രൈസാണ്. ഒരു സ്ഥലത്ത് നിറയെ പൂക്കളുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള പൂവെന്ന് പറഞ്ഞാൽ ബൊഗൺവില്ലയാണ്. ബാക്കി ഫ്ലവേഴ്സൊക്കെ എനിക്കിപ്പം റോസും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ചില കളറുകളോട് എനിക്ക് ഭയങ്കര ഒരു